സഹോദരന്മാരെ, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ഒന്നും നിർത്തിവെക്കുന്നില്ല. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് നമസ്കാരം നടക്കുക എന്നറിയിക്കുന്നു. ഉനൈസ് പാപ്പിശ്ശേരിയുടെ പ്രഭാഷണം നടക്കും. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനരായ സഹോദരങ്ങൾ, ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളെ വളരെ ബോധപൂർവം നമ്മളുടെ പൊതുചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇസ്ലാം ഒരു വിശ്വാസമാണ്, കുറേ കർമ്മങ്ങളാണ്, ഒരു ജീവിത രീതിയാണ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരുണ്ട്. ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെ, ഇസ്ലാം പിന്തുടരുന്നവരെ, ഇസ്ലാം അനുഷ്ഠിക്കുന്നവരെ നമ്മൾ സാമാന്യമായി മുസ്ലിങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ മുഅ്മിനുകൾ എന്ന് പറയും. അങ്ങനെ പറയുന്നത് പോലെ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ നമ്മൾ മലയാളത്തിൽ ആ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിലുള്ളൊരു സാങ്കേതിക പദം മാത്രമാണ് വാസ്തവത്തിൽ കാഫിർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതൊരു തെറിയോ അശ്ലീലമോ ഏതെങ്കിലും ജനങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രയോഗമോ അല്ല. അതൊരാളെ വിളിക്കാനുള്ള പ്രയോഗം പോലും അല്ല. ഒരാളെ നമ്മൾ അയാളെ പേരല്ലേ വിളിക്കുക, അല്ലാതെ ആരെയും പോയിട്ട് കാഫിറെ എന്നല്ല വിളിക്കുക. നമ്മൾ മുസ്ലിം നോൺ മുസ്ലിം എന്ന് പറയുന്നത് പോലെ, നമ്മൾ മുസ്ലിം അമുസ്ലിം എന്ന് പറയുന്നത് പോലെ, വിശ്വാസി അവിശ്വാസി എന്ന് പറയുന്നത് പോലെ, ഇസ്ലാമിക സമൂഹത്തിന് ഉള്ളിലുള്ള ഒരാൾ, ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരാൾ, അതേസമയം അത് ഉൾക്കൊള്ളാത്ത ഒരാൾ, ഇവരെ രണ്ടുപേരെയും കുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാങ്കേതിക ശബ്ദം മാത്രമാണത്. പക്ഷേ കേവലം ആ ഒരു പദം നമ്മളുടെ പൊതുമണ്ഡലത്തിൽ ഒന്ന് ഉച്ചരിച്ചാൽ അത് സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണകളുടെ വ്യാപ്തി എത്രയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം നൽകിയ ഉജ്ജ്വലമായ സംഭാവനകളെക്കുറിച്ച് നമുക്കറിയാം. ഉമറിനെ പോലുള്ള ഒരു ഭരണാധികാരിയെ സ്വപ്നം കാണാൻ പോലും നമുക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലപ്പോഴും ധർമ്മബോധത്തിൻ്റെ യാതൊരു സ്പർശവുമില്ലാത്ത, കേവലം ഭൗതികമായ സുഖാഡംബരങ്ങൾ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന അധികാരപ്രമത്തതയുള്ള കുറേ മനുഷ്യരുടെ വിഹാരരംഗമാണ് രാഷ്ട്രീയമെന്ന് വരുന്ന തരത്തിലേക്ക് നമ്മളുടെ എല്ലാം നാട്ടിലെ രാഷ്ട്രീയ അനുഭവങ്ങൾ നിർഭാഗ്യവശാൽ മാറിക്കഴിഞ്ഞു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഭരണാധികാരി ഖുർആനിൻ്റെ സ്വാധീനമുണ്ടായിരുന്ന ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചത് എന്ന കാര്യം നമ്മൾക്ക് ഓർത്തു നോക്കാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയത്ത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ഏതാനും അടുത്ത കാലം വരെ അത് ഹിജാസിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ അവിടുത്തെ മരണത്തോടുകൂടി അത് അറേബ്യയിൽ മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനമായി മാറി. എന്നാൽ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ സൈനിക നീക്കങ്ങളിലൂടെ പേർഷ്യയുടെയും റോമിൻ്റെയും എല്ലാം പ്രവിശ്യകൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി തീർന്നു. അങ്ങനെ ഇസ്ലാമിക രാജ്യം വളർന്നു പടർന്നു, വിശാലമായ ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായി, ഭരണാധികാരിയായി ഉമർ റളിയല്ലാഹു അൻഹു മാറി. ആ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കൊന്നത് പേർഷ്യക്കാരനായ അഗ്നിയാരാധകനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി അവിടുന്ന് മരണപ്പെടുമ്പോൾ ആ രാജ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം തന്നെ മുസ്ലിങ്ങളായിരുന്നു എന്നതാണ് സത്യം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സായാഹ്നത്തിൽ അറേബ്യ മുഴുവൻ ഇസ്ലാമിന് കീഴ്പ്പെടുകയും അവിടെയുള്ള മനുഷ്യർ മുഴുവൻ മുസ്ലിങ്ങളായി തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മിക്കവാറും മുസ്ലിങ്ങളല്ലാത്ത പ്രജകളൊന്നും ആ രാഷ്ട്ര സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ആ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് പടർന്നതോടുകൂടി വളർന്നതോടുകൂടി അത് പഴയ ബൈസന്റീൻ റോമിൻ്റെ പ്രവിശ്യകളിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തികൾ പേർഷ്യക്കുള്ളിലേക്ക് വിസ്തൃതമായി തീർന്നതോടുകൂടി ഒരുപാട് ജൂതന്മാരും അതിനേക്കാളും അധികം ക്രിസ്ത്യാനികളും പേർഷ്യയിൽ തിങ്ങിപ്പാർക്കുന്ന മജൂസികളായ അഗ്നി ആരാധകരായ മനുഷ്യരുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ ജീവിക്കുന്ന അമുസ്ലിം പൗരന്മാരായി. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരത്തിന് കീഴിൽ അവിടുന്ന് മരിക്കുമ്പോൾ ആ തരത്തിലുള്ളൊരു അമുസ്ലിം ജനസഞ്ചയമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇതേപോലെയുള്ളൊരു അമുസ്ലിം ജനസഞ്ചയം ഖിലാഫത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യം പ്രവിശാലമായി തീർന്നതോടുകൂടി പേർഷ്യയിലെയും ബൈസന്റീൻ റോമിലെയുമെല്ലാം വലിയ ജനസമൂഹങ്ങൾ, അവിടെ അഗ്നി ആരാധകരും ക്രിസ്ത്യാനികളുമെല്ലാമായിരുന്ന വലിയ ജനസമൂഹങ്ങൾ, ആ വലിയ ജനസമൂഹങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രജകളായിത്തീരുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അവിടെ അവരിൽ ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിനെതിരിൽ കലാപമുണ്ടാക്കുകയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ സുബഹ് നമസ്കാരത്തിന്, ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കെ ഇരുട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ഈ മജൂസി വിഷം പുരട്ടിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് മഹാനായ ആ പ്രവാചക ശിഷ്യനെ തലങ്ങും വിലങ്ങും കുത്തി മുറിപ്പെടുത്തുകയും ഉമർ റളിയല്ലാഹു അൻഹു വീണു പോവുകയും നമസ്കാരം തുടരുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം വളരെ ലഘുവായി സുബഹ് നമസ്കാരം പൂർത്തീകരിക്കുകയും അതിനുശേഷം എല്ലാവരും കൂടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി കൊലപ്പെടുത്തി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ഈ മനുഷ്യൻ വഴിയിൽ വെച്ച് തടയാൻ ശ്രമിച്ച സഹാബിമാരെയൊക്കെ ഇതേപോലെ അതേ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയും അവരിൽ പലരും മരിച്ചു വീഴുകയും ചെയ്തു എന്നത് ചരിത്രം. ഒടുവിൽ പിടിക്കപ്പെടും എന്ന ഘട്ടം വന്നപ്പോൾ ഇയാൾ സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ കത്തി ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിൽ തന്നെ കുത്തി അയാൾ ആത്മഹത്യ ചെയ്തതും നമുക്കറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവുകയല്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോര വാർന്ന്, ശരീരത്തിൽ നിന്ന് മുഴുവൻ ചോര വാർന്ന്, ശരീരത്തിൽ മുഴുവൻ മുറിവുകളുമായി മരണവുമായി മുഖാമുഖം നിൽക്കുന്ന സമയത്ത്, ചുറ്റും സഹാബിമാർ കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനരികിലേക്ക് കടന്നു വന്നുകൊണ്ട് സഹാബിമാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അബൂബക്കർ ആയിരുന്നെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അല്ലയോ ഉമർ, അങ്ങ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് തന്നെ ജീവിതം ആരംഭിച്ച വ്യക്തിത്വമാണ്. ഇസ്ലാമിന് മഹാസംഭാവനകൾ അർപ്പിച്ച അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ ത്യാഗം കൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിന് ശോഭ പകർന്ന മഹാവ്യക്തിത്വം. അങ്ങയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. അങ്ങ് അവിടുത്തെ കൂടെ യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയത് അങ്ങയെ പറ്റിയുള്ള സംതൃപ്തിയോടുകൂടിയാണ്. അങ്ങ് ഒന്നുകൊണ്ടും വ്യാകുലപ്പെടേണ്ടതില്ല. ഇതൊരു ഷഹാദത്തായി സ്വീകരിച്ചുകൊണ്ട് അങ്ങ് അല്ലാഹുവിനരികിലേക്ക് സംതൃപ്തമായി മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്നോടുള്ള ഇഷ്ടത്തോടു കൂടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പക്ഷേ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം അബൂബക്കർ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളുടെ ഭരണാധികാരം ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു വലിയ ഭൂപ്രവിശ്യ എനിക്ക് അടക്കി ഭരിക്കേണ്ടി വന്നു. എനിക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ ഭയപ്പെടുന്നു, ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിങ്ങളുടെ കാര്യം നോക്കുന്നതിൽ, നിങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ, നിങ്ങൾക്ക് നീതി നൽകുന്നതിൽ, നിങ്ങൾക്ക് സമാധാനവും സ്വൈരവും നൽകുന്നതിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടാകുമോ എന്ന്, അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാകുമോ എന്ന്, അതിൻ്റെ പേരിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വൈകാരികമായി അവരോട് സംസാരിക്കുന്ന രംഗമുണ്ട്. ഇവിടെ
ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആ ഭരണാധികാരം വലിയൊരു ഉത്തരവാദിത്തമായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ട, കണക്ക് പറയേണ്ട വലിയൊരു പരീക്ഷണമായി ഭരണാധികാരത്തെ കണ്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ന മഹാമനുഷ്യൻ പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് യഥാർത്ഥത്തിൽ അതല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹം കുത്തിക്കൊലപ്പെടുത്തി മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നു. എന്താണ് വസിയത്ത്, എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്, എന്താണ് അങ്ങയുടെ കാലശേഷം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നവർ ചോദിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോകണം. അവരുടെ വീട്ടിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്. അതിന് തൊട്ടടുത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ളത്. എന്നെ